നാളത്തേക്കുള്ള സഖ്യ പ്രഖ്യാപനമോ സഖ്യമായ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതോ ഒന്നുമല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ശ്രീ എൻ ശ്രീകുമാർ ഈ ചർച്ചയിൽ പറഞ്ഞത്. എങ്ങനെയാണ് CPM ഇതിനെ നോക്കിക്കാണുന്നത്? കാരണം നിങ്ങൾക്കെതിരെ ജമാഅത്തെ ഇസ്ലാമി ബന്ധവുമായി ബന്ധപ്പെട്ട്, വെൽഫെയർ പാർട്ടി ബന്ധവുമായി ബന്ധപ്പെട്ട് നിരന്തര ആരോപണം ഉന്നയിക്കുന്നുണ്ട് കോൺഗ്രസ്. അതിനിടയിലാണ് കെ മുരളീധരന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു പ്രസ്താവന ഉണ്ടാവുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിൽ നിങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം, സഖാവ് എ വിജയരാഘവൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തുന്ന ചർച്ച എത്രത്തോളം പരിതാപകരമായ ഒരു ചർച്ചയാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ, നിങ്ങൾ എത്രത്തോളം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് കൂടുതൽ വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമായിട്ടാണ് ഇപ്പോൾ കെ മുരളീധരന്റെ പ്രസ്താവന പുറത്തു വന്നിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് UDF മുൻപും ഇത്തരത്തിലുള്ള നീക്കുപോക്കുകൾ നടത്തിയിട്ടുണ്ടെന്നും അത്തരം ശക്തികളുടെ പിന്തുണയോടെയാണ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള ശ്രമം അവർ നടത്തിയിട്ടുള്ളത് എന്നും കെ മുരളീധരനെ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാവ് വളരെ വ്യക്തമായി ജനങ്ങളോട് തുറന്നു പറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എങ്ങനെയാണ് ഒരു ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള SDPI പോലെയുള്ള ഒരു സംഘടനയുമായി എങ്ങനെയാണ് ഒരു സഖ്യമുണ്ടാക്കാനും എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകാനും സാധിക്കുക എന്ന തലത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന രഹസ്യബന്ധത്തെ പരസ്യമായ ഒരു മുന്നണി ബന്ധമാക്കി എങ്ങനെ കൊണ്ടുപോകാമെന്ന കാര്യത്തെക്കുറിച്ച് കോൺഗ്രസും UDFും ആലോചിക്കുന്ന ഒരു ഘട്ടത്തിലാണ് സഖാവ് എ വിജയരാഘവന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രസ്താവന പുറത്തു വന്നത്. പാർട്ടിയും ആ നിലപാടിനെ കൂടുതൽ കൃത്യമായി ശക്തമായി തന്നെ ആ നിലപാട് ഉയർത്തിപ്പിടിക്കുകയും ചെയ്തത്. ആ നിലപാട് ഉയർത്തിപ്പിടിക്കുമ്പോൾ ഇത് മുസ്ലിം വിരുദ്ധമാണ്, ന്യൂനപക്ഷ വിരുദ്ധമാണ്, എ വിജയരാഘവൻ ന്യൂനപക്ഷ വിരുദ്ധനായ ഒരാളാണ് എന്ന നിലയിൽ അദ്ദേഹത്തെ നിങ്ങൾ ഏതെല്ലാം രീതിയിലാണ് അദ്ദേഹത്തെ നിങ്ങൾ ആക്ഷേപിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, CPM മുന്നോട്ട് വെച്ച കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ കെ മുരളീധരന്റെ പ്രസ്താവന കൂടി പുറത്തു വരികയാണ്. ഇപ്പോൾ ഇവിടെ ശ്രീകുമാരേട്ടൻ ഞാൻ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് CPM ഇത്തരത്തിലുള്ള പിന്തുണ വാങ്ങിയിട്ടുണ്ട് എന്നാണ്. ഇവിടെ ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു വാർഡിൽ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ഭരണ സമിതി ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചെറിയ നീക്കുപോക്കുകളെ കുറിച്ച്, എന്നാൽ അത് മണിക്കൂറുകൾക്കുള്ളിൽ പാർട്ടി ഇടപെട്ട് അത്തരത്തിൽ നീക്കുപോക്കുകൾ പോലും പാടില്ല എന്ന് കർശന നിർദ്ദേശം കൊടുക്കുന്ന സാഹചര്യത്തെ കുറിച്ചൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ പറയുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു BJP അധികാരത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടി സെക്യുലർ ശക്തികളോടൊപ്പം തന്നെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും SDPIയും പ്രവർത്തിക്കുന്നു എന്ന കാര്യത്തെ നമുക്ക് മനസ്സിലാക്കാം. ആ ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യത്തെ, അത്തരത്തിലൊരു BJPക്കെതിരായ നിലപാട് സ്വീകരിക്കുന്ന ന്യൂനപക്ഷങ്ങൾ എല്ലാവരും ചേർന്ന് അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നതിനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും, നമുക്ക് മനസ്സിലാവും അത് രാഷ്ട്രീയ സാഹചര്യമാണ് എന്ന്. എന്നാൽ അതിനുശേഷവും ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷവും ആ സഖ്യം, ആ കൂടിച്ചേരൽ ഒരു മുന്നണി ബന്ധം എന്നതുപോലെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ആശയ രൂപീകരണ സമിതിയായി പ്രവർത്തിക്കുന്ന തരത്തിൽ എങ്ങനെയാണ് മുസ്ലിം ലീഗ് പ്രവർത്തിക്കേണ്ടത്, എന്താണ് മുസ്ലിം ലീഗ് നിലപാട് സ്വീകരിക്കേണ്ടത് എന്നതൊക്കെ ജമാഅത്തെ ഇസ്ലാമി തീരുമാനിക്കുന്ന ഘട്ടത്തിലേക്ക് അതിന്റെ മുന്നണി ബന്ധം എന്ന നിലയിലേക്ക് അതിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഒന്ന്, എ വിജയരാഘവന്റെ പ്രസ്താവന വരുന്നു. എ വിജയരാഘവൻ ഇങ്ങനെ ഒരു പരാമർശം പാർട്ടിയുടെ ഒരു മീറ്റിംഗിൽ വെച്ച് നടത്തുന്നു. അപ്പോൾ ഒരു പൊതുപരിപാടിയാണ്, പാർട്ടിയുടെ ഒരു പൊതുപരിപാടിയിൽ വെച്ച് അങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നു. അതിനെതിരെ വിമർശനം ഉന്നയിച്ചത് ആരാണ്? രാഹുൽ ഗാന്ധിയുടെ വോട്ട്, പ്രിയങ്ക ഗാന്ധിയുടെ വോട്ട് വർഗീയ ഘടകങ്ങളുടെ കൂടി വോട്ടാണ്. അതുകൂടി തീവ്ര വർഗീയ ഘടകങ്ങളുടെ വോട്ടുകൾ വാങ്ങിക്കൊണ്ടാണ് ഇവിടുന്ന് ഡൽഹിക്ക് പോയത് എന്ന ആരോപണം എ വിജയരാഘവൻ ഉന്നയിക്കുമ്പോൾ കോൺഗ്രസ് UDFന്റെ സകല നേതാക്കളും അതിനെതിരെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതായത് രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് വോട്ട് വാങ്ങിപ്പോകുന്നത് മുഴുവൻ തീവ്ര ഘടകങ്ങളെയും UDFിലെ ലീഗിന്റെ കീഴിൽ അണിനിരത്തി കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുന്നു എന്ന് പിന്നീട് പാർട്ടി വിശദീകരിക്കുമ്പോഴും എ വിജയരാഘവന്റെ പ്രസ്താവന എൻഡോഴ്സ് ചെയ്തുകൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ അത് പറയുമ്പോഴും കോൺഗ്രസും UDFിലെ നേതാക്കളുമാണ് അതിനെ പ്രതിരോധിക്കുന്നത്. മാധ്യമങ്ങൾ ചർച്ചയ്ക്ക് വിശകലനത്തിന് വിധേയമാക്കിയത് എന്താണ്? ഇതിൽ ന്യൂനപക്ഷ വിരുദ്ധതയുണ്ടോ, കോൺഗ്രസിന്റെ ആരോപണം ശരിയാണോ, CPMന്റെ ആരോപണം ശരിയാണോ എന്നാണ്.
പി ജയരാജനാണെന്ന് മാതൃഭൂമി ന്യൂസിന്റെ സൂപ്പർ പ്രൈം ടൈമിൽ അതിഥി. അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ അതേപോലെ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ചോദിച്ചിട്ടുണ്ട്. ആ ചർച്ച കാണാവുന്നതാണ്. അല്ലാതെ ഇവിടെ ഏകപക്ഷീയമായി അയ്യോ എ വിജയരാഘവൻ പറഞ്ഞത് തെറ്റായിപ്പോയി, അല്ല വി ഡി സതീശൻ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന നിലപാടൊന്നുമില്ല. ചർച്ച വെക്കുന്നത് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പറയാനാണ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ചർച്ചകളാണോ പരിതാപകരം? ആരോപണങ്ങളും അതിനെ പ്രതിരോധിക്കുന്ന രീതിയും രാഷ്ട്രീയ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്നതാണ്. അത് ചർച്ച എന്ന് പറയുന്നത് രാഷ്ട്രീയ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. പിന്നെ മൂന്നാമത്തേത്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വർഗീയ പാർട്ടികൾ പ്രശ്നമില്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർഗീയ പാർട്ടികൾ പ്രശ്നമാണ് എന്ന് പറയുന്നത് ഇരട്ടത്താപ്പല്ലേ ഷാനിബേ? ഞാനങ്ങനെ പ്രശ്നമില്ല എന്നല്ല പറഞ്ഞത്. അല്ല, മനസ്സിലാക്കാമെന്നൊക്കെ പറഞ്ഞു കേട്ടു. ഇപ്പൊ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ്. അല്ല, അതിനെ നമ്മൾ അങ്ങനെ നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ്, ജാഗ്രതയോടെ തന്നെ അതിനെ നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും നേരത്തെ പറഞ്ഞു കേട്ടില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇത്തരം ആളുകൾ വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാം എന്നാണ് ഷാനിബ് ഉപയോഗിച്ചത്. നിരീക്ഷിക്കുന്നു എന്നൊന്നുമല്ല. പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഞാൻ അത് കൂടുതൽ വ്യക്തമാക്കി പറയാം. ഞാൻ പറഞ്ഞ കാര്യത്തെ ഞാൻ തന്നെ വ്യക്തമാക്കി പറയാം. അത്തരം തെരഞ്ഞെടുപ്പിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സെക്യുലർ വോട്ടുകൾ എല്ലാവരും ചേർന്ന് BJP അധികാരത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാട് സ്വീകരിക്കും. സെക്യുലർ വോട്ടുകളുടെ കൂടെ നിങ്ങൾ ഈ പാർട്ടികളുടെ വോട്ട് കൂട്ടിയിട്ടുണ്ടോ? സെക്യുലർ വോട്ടുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഈ പാർട്ടികളുടെ വോട്ട് കൂട്ടിയിട്ടുണ്ടോ? പറഞ്ഞു. അതാണ് ഞാൻ പറയുന്നത്. അല്ല, അത് പറഞ്ഞോണ്ടാ ചോദിച്ചത്. സെക്യുലർ പാർട്ടികളുടെ വോട്ട് BJPക്കെതിരെ എന്ന് പറയുമ്പോ സെക്യുലർ വോട്ടുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഈ പാർട്ടികളുടെ വോട്ടുകൾ കൂട്ടിയിട്ടുണ്ടോ? ഇപ്പൊ അവര് സെക്യുലർ ആണോ അല്ലയോ എന്ന് പറയേണ്ട കാര്യം എനിക്കില്ല. നിങ്ങൾ കൂട്ടിയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചത്. സെക്യുലർ അതല്ലേ ഞാൻ അതാ പറഞ്ഞത്. സെക്യുലർ വോട്ടുകൾക്കൊപ്പം ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള SDPI പോലെയുള്ള തീവ്ര നിലപാട് സ്വീകരിക്കുന്നവരും ഈ സെക്യുലർ വോട്ടുകൾക്കൊപ്പം ചേർന്നിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നില്ല ഷാനിബേ? വ്യക്തമാണ്. എന്നാൽ അത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒപ്പം നേരത്തെ ഉണ്ടായിരുന്നില്ല. പിന്നീട് വിശദീകരിക്കുമ്പോഴേ ഒപ്പം വരുന്നുള്ളൂ. സെക്യുലർ വോട്ടുകൾക്കൊപ്പം എന്നിപ്പോ കൂട്ടിച്ചേർത്ത് പറഞ്ഞല്ലോ. നേരത്തെ ഒപ്പം ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ എടുത്ത് കേട്ടാൽ ശരി, പറഞ്ഞോളൂ. ഉണ്ടായിരുന്നു. ഞാനത് പറയുമ്പോഴേക്കും ഇടയിൽ കയറി എങ്ങനെയത് മനസ്സിലാവുക? ഞാനത് പറഞ്ഞു വരുമ്പോഴാണല്ലോ ഇടയിൽ കയറുന്നത്. ഒപ്പം ഈ വോട്ടുകൾ കൂടി ചേരുന്നു എന്ന് പറയാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾ ഇടപെട്ടത്. അതുകൊണ്ട് അത് മനസ്സിലാവാതിരുന്നത്. ശരി. അപ്പൊ ഇത്തരത്തിലുള്ള വോട്ടുകൾക്കൊപ്പം അതുകൂടി ചേരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ആ രാഷ്ട്രീയ സാഹചര്യത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പോലും അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതൊരു മുന്നണി ബന്ധത്തിലേക്ക് കൊണ്ടുവരുന്നു എന്ന കാര്യത്തെ ഗൗരവമായി കാണണമെന്നാണ്. RSSനെ എതിർക്കുന്നതിന് വേണ്ടി, ഹിന്ദുത്വ വർഗീയത എതിർക്കുന്നതിന് വേണ്ടി ശക്തമായ നിലപാടുകൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ തന്നെ ആ വഴിയിലൂടെ അങ്ങനെ നമ്മൾ RSSനെതിരെ നിലപാട് സ്വീകരിക്കുന്നു എന്ന സൗകര്യം മുതലെടുത്തുകൊണ്ട് അവിടെ മുസ്ലിം തീവ്രവാദ സംഘടനകളെ കൂടി മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ മുസ്ലിം ലീഗ് ശ്രമിക്കുന്നു. അത് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടില്ലാത്ത കാര്യമാണ്. ഹൈദരലി തങ്ങളും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഒക്കെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലിരുന്ന കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള SDPI പോലെയുള്ള സംഘടനകളെ മാറ്റി നിർത്താനുള്ള നിതാന്ത ജാഗ്രത അവർ പുലർത്തിയപ്പോ ഇപ്പോ ആ ജാഗ്രതയില്ല. അവരുമായി ചേർന്ന് ഈ മുന്നണിയെ, അതൊരു മുന്നണി ബന്ധം എന്നതുപോലെ തന്നെ വിപുലീകരിക്കാനുള്ള ശ്രമം മുസ്ലിം ലീഗ് നടത്തുന്നു. അതിന് കോൺഗ്രസ് പൂർണ്ണ പിന്തുണ കൊടുക്കുന്നു എന്നുള്ളത് രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അത് കൂടുതൽ വ്യക്തമാകുന്നു ഓരോ പ്രസ്താവനയിലൂടെ മനസ്സിലാക്കുന്നത്.